സർക്കാരിൻ്റെ വലിയ PR അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിനപ്പുറത്ത് പൊതുജനം പൊറുതിമുട്ടിയ ഒരു 10 വർഷക്കാലമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ BJPക്കോ അല്ലെങ്കിൽ UDFനോ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സംസ്ഥാനത്ത് വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. തദ്ദേശത്തിൽ നമ്മളത് കണ്ടതാണ്. വ്യക്തിഹത്യയിലും പരാമർശങ്ങളിലും ഒക്കെ ആയിട്ട് അങ്ങ് ഒതുങ്ങുകയാണ്. അതിന് മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, അതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് എത്തുന്നു എന്നല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഈ പ്രചാരണ സമയത്ത് കടക്കാൻ പ്രതിപക്ഷത്തിനാവുന്നതേയില്ല. തീർച്ചയായിട്ടും ഇതുവരെയുള്ള പ്രചരണങ്ങളിൽ അതൊന്നും വന്നിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അതിലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഓരോ രംഗത്തുമുള്ള എന്ത് അധപതനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആരോഗ്യരംഗം നോക്കുക, ഇത്രയും മോശമായിട്ട് നമ്മുടെ ആരോഗ്യരംഗം പോയ ഒരു സമയമുണ്ടാകും. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അവസാനം ഡോക്ടർ ഹാരിസൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട വന്നതും, ഓരോ ആസ്പത്രിയിൽ നടക്കുന്ന കാര്യങ്ങളും, സർജറിയുടെ ഇടയിൽ വരുന്ന കാര്യങ്ങളും, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാതെ അത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ രാജീവ് മന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളമാണ് നമ്പർ 1. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കേരളം നമ്പർ 1 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കിട്ടും. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അതിനെ കണക്കുകൂടിയെന്ന് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇപ്പോൾ ഇന്ത്യയിൽ വന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 25% വന്നത് ആന്ധ്രാപ്രദേശിലേക്ക് മാത്രമാണ്. ആ ആന്ധ്രേനെ പോലും കവച്ച് വെച്ചാണ് കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗൂഗിളിൽ. എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ഏകദേശം ഒരു 10 കുടുംബശ്രീ മെമ്പേഴ്സ് കൂടിയിട്ടുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ മുഴുവൻ രജിസ്റ്റർ ചെയ്ത് റീരജിസ്റ്റർ ചെയ്യാനും പറഞ്ഞു. അങ്ങനെ മറ്റ് കുറേ സ്ഥാപനങ്ങളും കേന്ദ്രത്തിൻ്റെ ഒരു സ്കീം അനുസരിച്ച് റീരജിസ്റ്റർ ചെയ്ത് കിട്ടി. അങ്ങനെ പെട്ടെന്ന് കണ്ടമാനം ഫേംസ് നമ്മുടെ അവിടെ കൂടുന്നതായിട്ടൊരു തോന്നലുണ്ടാക്കി. ആക്ച്വലി ഒന്നും കൂടിയിട്ടില്ല, റിയാലിറ്റിയിലൊന്നും കൂടിയിട്ടില്ല, ഉള്ളത് തന്നെയാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിലേക്ക് ആ കണക്ക് വഴിക്ക് ആ ഫിഗേഴ്സ് കനോട്ട് ലൈ ബട്ട് ലയേഴ്സ് ക്യാൻ ഫിഗർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് കണക്കുകൾ കള്ളം പറയില്ല, പക്ഷെ കള്ളന്മാർക്ക് കണക്കുകൾ പറയാം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ രീതിയിലാണ് അത് മുന്നോട്ട് പോയത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പൊളിച്ചു കൊടുക്കുന്ന വിധത്തിൽ ജനങ്ങളിൽ അവതരിപ്പിക്കാനായിട്ട് ഇപ്പോൾ വോട്ട് പെട്ടി അതുപോലുള്ള കാര്യങ്ങളായിട്ട് കുറേയധികം മാധ്യമങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പോയി വർക്ക് ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം മേഖലകളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ പൊതുവായിട്ട് എന്താണ് കഴിഞ്ഞ 10 വർഷം നടന്നത്, എന്തുമാത്രം പൈസയാണ് ദൂർത്തടിച്ച് കളഞ്ഞത്, എന്തുമാത്രം പൈസയാണ് നമ്മളുടെ പാവങ്ങൾക്ക് കിട്ടേണ്ടവർക്ക് കിട്ടാതിരുന്നത്, ആശാ വർക്കേഴ്സിനൊക്കെ എന്ത് സംഭവിച്ചു, അതുപോലെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർക്ക് എന്ത് സംഭവിച്ചു, അവർക്കൊക്കെ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത് ഈ 10 വർഷം കൊണ്ട്. അതുപോലെ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അല്ലാതെ മറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ശരിയായ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന എത്രയധികം ഫണ്ടാണ് ഇല്ലാതാക്കിയത്. അവസാനം അവിടെ പോയി കാല് പിടിക്കേണ്ട ഗതികേടിലേക്ക് വീണ്ടും വരിക. എന്നിട്ട് കേന്ദ്രത്തെ കുറ്റം പറയുക. കേന്ദ്രത്തിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ലക്ഷങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കടം ഏകദേശം 1.5 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയുടെ അടുത്തേക്ക് പൊതുകടം കേരളത്തിൻ്റെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുന്നത്.